ഹലോ, ആ യേശുദാസൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇനിയിപ്പോ എടാ, നീ ആ കൊച്ചിനെ എവിടെ കൊണ്ട് വിട്ടെന്നാ പറയുന്നേ? കൊച്ചു കുഞ്ഞല്ലേ അവള്. നീ എവിടെങ്കിലും ഇറക്കി വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് ഈ കാലത്ത് നിനക്ക് അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയാൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ കൊണ്ടുവിട്ടാ സാറേ. ആ, ഇനി വിഷമിച്ചിട്ടെന്തിനാ? കൊച്ചിനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കണം. സാറേ, നമുക്ക് ആ സി എസ് സാറിനെ ഒന്ന് വിളിച്ചാലോ? അയ്യോ, ഞാൻ വിളിച്ചതാ അയാളുടെ ഭാര്യയുടെ അപ്പം മരിച്ചു പോയെന്ന്. അല്ല, ജെനിയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ട്? എന്ന് നമ്മുടെ ഫാൻസ് പിള്ളേർക്ക് അതൊന്ന് ഷെയർ ചെയ്യേ. ഗണേശ, നീ പേടിക്കാതെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലേ. അവിടെ ജയമോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ പിന്നെ ഗണേശ, അവളെ ഇപ്പൊ ഒന്നും അറിയിക്കണ്ട കേട്ടോ. അവൾക്കൊന്നും സംഭവിക്കില്ല, അവൾക്കൊന്നും സംഭവിക്കില്ല. നീ കൊച്ചിനെ കൊണ്ട് എവിടെ വിട്ടെന്നാ പറഞ്ഞ? ഞാൻ പറഞ്ഞല്ലോ സാറേ, കൊച്ചിനെ വീട്ടിന്റെ മുന്നിൽ ഇറക്കി വിട്ടെന്ന്. എന്നിട്ട് കൊച്ചെന്തിയടാ? മാഞ്ഞോയോ? നീ കൊച്ചിനെന്ത് ചെയ്തടാ? സാറേ, ഈ സമയത്ത് ഒരു കാര്യം മറ്റേ പോലീസ് കളിക്കരുത്. ബാക്കിയുള്ളവരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഇല്ല സാറേ, ഞാനൊന്ന് വരട്ടിയെന്നേ ഉള്ളൂ. നമുക്ക് അന്വേഷിക്കാം. സമാധാനമായിട്ടിരിക്കും. സാറേ, എസ് എന്താ പറഞ്ഞ സാറേ? അയാള് വെറുതെ ഒരു കാര്യമില്ലാതെ. നമ്മുടെ പിള്ളേരും കട്ടക്കുന്നുണ്ട് സാറേ. ഉണ്ട്. സൈമ, നീ വിഷമിക്കാതെ. സിഐ വിളിച്ചിരുന്നു, അവര് കാര്യമായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ഗണേശൻ അവിടെ ഒറ്റയ്ക്കല്ലേ, നീ അങ്ങോട്ട് ചെല്ലേ. ആ ഹലോ ഹലോ, എടാ, എന്തായടാ? നീ പേടിക്കലടാ, നമ്മുടെ പിള്ളേരും പോലീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എടാ, അവിടെ അറിഞ്ഞിട്ടില്ല ഒന്നും. എടാ, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് വരാടാ. ആ ശരിയടാ. ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയേ? ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയെന്ന് தெரியாது, எனக்கு தெரியாது. அந்த முருகண்ணன். ആ കൊച്ചിനെ എവിടെ നിന്ന് കിട്ടിയടാ?
ஏய் சீக்கிரம் வாங்கடா முருகன்டா இங்க பிரச்சனை நடக்குது சீக்கிரம் வாங்கடா ഹലോ ഹലോ സാറേ. ആ സാറേ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇല്ല ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ അങ്ങനെ തപ്പുന്നുണ്ട് ടൗൺ മൊത്തം കേട്ടോ. അപ്പോൾ ഓക്കെ. സൈമനല്ലേ അവിടെ? സൈമൻ ഉണ്ട് ഉണ്ട്. കൊടുക്കോ? ഇപ്പോൾ കൊടുക്കാം. സൈമൻ സി എ സാറാ. ഹലോ സൈമനല്ല, ഞാൻ വേണ്ട ഒത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ പേടിക്കേണ്ട ടെൻഷൻ ഒന്നും വേണ്ട. ഗണേശില്ലേ അവിടെ? അവൻ വീട്ടിലുണ്ട്. നീ ടെൻഷൻ വേണ്ട. ഞാനൊരു 4 മണിക്കൂറിൽ അങ്ങോട്ട് എത്താം കേട്ടോ. ശരി സാർ. എന്താ പറഞ്ഞേ? സാറ് ഇങ്ങോട്ട് വരാമെന്ന്. ഈ പിള്ളേരെ മിസ്സാകുന്നത് ഒരു സാധാരണ സംഭവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 6000 പിള്ളേരാണ് മിസ്സായത്. തിരുവനന്തപുരത്തുനിന്ന് മാത്രം 1500. ചില കേസുകൾ ഈ നാടോടികളുടെ ഇടയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നിനും തെളിവില്ല. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിവസത്തെ വാർത്ത, പിറ്റേ ദിവസം മറന്നു. നമ്മുടെ കുഞ്ഞിന് ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ.
നീയൊക്കെ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടല്ലോ, നിന്റെ വിരല് മുറിക്കാൻ ഇത് മതി. അതുകൊണ്ട് ചോദിക്കുന്നതിനുള്ള മറുപടി വേഗം പറ. ഞങ്ങളുടെ കുഞ്ഞെവിടെയുണ്ട്? ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ഹലോ, ജെനി പൂജപ്പുര പോലീസ് സ്റ്റേഷനിലുണ്ട്. മാങ്ങോട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആരോ കൊച്ചിനെ കൊണ്ട് കിടന്നിട്ട് പോയത്. സാർ, ഒരു 7-8 വയസ്സ് പ്രായം വരും. ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും, അതായിരുന്നു വേഷം. തമ്പാനൂർ സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവളിപ്പോ എവിടെ ഉണ്ട്? എടാ, അവര് മോളെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊണ്ടിരിക്കുക. നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക? എന്താ നീ ഫോൺ എടുക്കാത്തത്? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല. മോർഫിൻ ഹെവി ഡോസ് ഇഞ്ചക്ഷൻ്റെ ഇത് നോർമലാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. മൂസാക്ക, കൊച്ചിനുണ്ട്. മോക്കൊരു കുഴപ്പമില്ല മൂസാക്ക. ഞാൻ ഭീമാപ്പള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ട്. നമുക്കിത് ചെയ്യണം. നീ കരയാതിരിക്കണേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. പിന്നെ മൂസാക്ക വരുമ്പം ഒരു ഫുഡും കൂടെ എടുത്തോണ്ട് പോവാം. അപ്പടാ ടച്ചിങ്സ് വേണ്ടേ? ടച്ചിങ്സും വേണം. മിച്ചർ 100 പക്കോടോടെ വാങ്ങിച്ചോ. അപ്പൊ ശരിടാ, ഞാൻ ശരിക്ക, പെട്ടെന്ന് വാ. ആശുപത്രിയാണ്. സൈലന്റ് പാടും. റോയ് കിടന്ന് ഉറങ്ങാനാണ്. ഒന്നാ നീ സൈലന്റ് ആയിട്ട് പാട്. അതെ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. വെള്ളം ഒഴിക്കാതെ പറഞ്ഞോടി. ഞാൻ അവനെ കണ്ടിട്ടോ. നിങ്ങളടി തീർക്കല്ലേ? സൈമാടാ, അവളാണ്ട് അകത്തുണ്ട്. ഒരു കുഴപ്പമില്ല, കൊച്ചിനൊരു കുഴപ്പമില്ല. നീ വരണ്ടടി. വാ വേണ്ട, വാ. നീ കൊച്ചിനെ കണ്ടോ കേട്ടാ. അവളെ അകത്തുണ്ട്. പോയിട്ടോ പോയിട്ടോ.
എൻ്റെ മോള് ഡാൻസ് പഠിത്തം ഞാൻ നിർത്തി കേട്ടോ. ഓക്കെ സാർ, ശരി സാർ. ദാ, നീ ഇതെവിടെ ആയിരുന്നല്ലോ സൈമ? ഫോൺ ചെയ്താൽ പോലും എടുക്കാതെ എന്താ നീ വല്ലാതിരിക്കുന്നത്? അപ്പാ, ഇവിടെ നടക്കുന്ന ചൈൽഡ് മിസ്സിംഗ് കേസിന്റെ ഒക്കെ പിറകിലാരെന്ന് അപ്പനറിയോ? അതന്വേഷിക്കുന്നുണ്ടല്ലോ. അർജുനെ പോലെ ഒരുത്തനാണ് ഇതിന്റെയൊക്കെ പിറകിലെങ്കിൽ അപ്പൻ എന്ത് ചെയ്യാൻ പറ്റും? എടാ സൈമ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ പോകരുത്. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത്. അർജുനെ പോലെ ഒരുത്തനെ പൊക്കി അകത്തിടണമെങ്കിൽ അത് അതുപോലത്തെ ഒരു ലോകമായിരിക്കണം. ആരാ? ജോമന്റെ വീടല്ലേ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ സൈമൺ, ജോമന്റെ ഫ്രണ്ട്സാ. സൈമൺ? അങ്ങനെ ഒരു ഫ്രണ്ട് അവനില്ലായിരുന്നല്ലോ. സാറേ, ഒരു ഐപോഡ്. ആരാടാ നീയൊക്കെ? നിനക്കൊക്കെ എന്താ വേണ്ടേ? അല്ല, ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതവന് അവസാനമായിട്ടൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. കത്തിച്ചു കളഞ്ഞില്ലേ നീയൊക്കെ? കത്തിച്ച്? പിന്നെ ഏത് ജോമോനെ തിരക്കിയാടാ നീയൊക്കെ വന്നിരിക്കുന്നത്? ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടല്ലോ, തീർക്കും ഞാൻ എല്ലാത്തിനും. ഇറങ്ങി പോടോ. ആ ഐപോഡിനകത്ത് എന്തോ ഉണ്ട്. ഏത് ഐപോഡ്? നമ്മൾ അർജുന് കൊടുത്ത ഐപോഡ്. ചേട്ടാ, നീ എന്നെ അടിക്കത്തില്ല, ഞാൻ ഒരു സത്യം പറയാം. അതിൻ്റെ അകത്തൊന്നുമില്ല. അതെങ്ങനെ നിനക്കറിയാം? വല്ലതുകൊണ്ട് ഓർത്തുകൊണ്ട് ഞാൻ കോപ്പി ചെയ്താ. അതിൻ്റെ അകത്തൊരു തേങ്ങയില്ല. ആകെ ഉള്ളത് കുറച്ച് ഫോട്ടോസും കുറേ പേരുടെ അഡ്രസ്സും. ഇതിലൊന്നും ഇല്ലടാ, ഞാൻ നോക്കിയതല്ലേ. ഒന്നും വേണ്ടാതിരിക്കാം. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത്. ആ ഐപോഡ് കേസില്ലേ, ജോമോ ഡോക്ടർ. ഡോക്ടർ ജോമോൻ അവനാള്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല, പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ട്. ഇവരൊക്കെ ആരാന്ന് നമുക്കറിയണം. അശ്വതിക്ക് എന്താ പറ്റിയത്? ആക്സിഡന്റ് ആയിരുന്നു. ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്? ക്യൂൻ ഹോസ്പിറ്റലില്. അപ്പൊ തന്നെ ICU കയറ്റി. പിന്നെ പറഞ്ഞു ബ്രെയിൻ ഡെത്ത് ആണെന്ന്. ഗവൺമെന്റിൽ നിന്ന് ലീവിന് വീട്ടിൽ വന്ന് നിന്നതോ ചെറിയൊരു തലവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നതാ അസുഖം എനിക്കറിയില്ല മോനെ. ഏത് ഹോസ്പിറ്റലാ? ഇവിടെ അടുത്തുള്ള വലിയൊരു ആശുപത്രിയാ, ക്യൂൻ. പിന്നെ എൻ്റെ മോള് മറ്റുള്ളവരിലൂടെ ജീവിക്കുമെന്ന് അറിഞ്ഞപ്പോഴാ ഞാനതിന് സമ്മതിച്ചത്. നൗഷാദ് കാ, നമ്മളെ കായംകുളം ഷാജാൻ യൂണിറ്റിലെ അഫ്സലിന്റെ നമ്പറും തരുമോ? എന്തു പറ്റി സൈമോ? ഒന്നുമില്ല, കാര്യം ഞാൻ നേരിട്ട് പറയാം. എടാ, അഫ്സൽ മരിച്ചിട്ട് 3 മാസമായി. എടാ, അഫ്സൽ പെയിന്റർ ആയിരുന്നേ. ഏതൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണാ മരിച്ചത്. 2 പിള്ളേരും കൊണ്ട് ഫാമിലി കുറച്ച് കഷ്ടത്തിലാ. എടാ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അത് ചെയ്യാക്കാം. ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത്? ക്വീൻസ് ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്. ക്യൂൻ ഹോസ്പിറ്റലിൽ. മാളു, ഇന്ന് അങ്കിള് പള്ളിയിൽ പോയപ്പോ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അതുകൊണ്ട് അസുഖമൊക്കെ പെട്ടെന്ന് മാറണി. ശ്വാസം വലിച്ചേ. ആ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് മാറും. മരുന്ന് കഴിക്കണേ. എന്നാ വേഗം വീട്ടിൽ പോ. അവിടെ ചെന്ന് പൂച്ചയുണ്ടല്ലോ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ, മോളെ മക്കളെ കരയില്ലേടാ, ഇപ്പൊ കഴിയും, ഒന്നുമില്ല കേട്ടോ. തീർന്നല്ലോ. മോളെ 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 മോളെ. ഏയ്, എന്തുറ്റി? എന്റെ മോളാ സാറേ. മൂക്കും
ഓപ്പറേഷൻ പറഞ്ഞു എനിക്കൊന്നും ഞാൻ നോക്കാം ഡോൺ വറി. Hey man, what are you doing? Out! Out! Get out, man! Out! ഡോക്ടർ ആ ആശുപത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. എന്റെ മോളെ കൊന്നതാ. അർജുനെ ഒരാൾക്കെതിരെ എന്നെ പോലൊരു സാധാരണക്കാരൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇവർക്കെല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് മസ്തിഷ്ക മരണമാണ്, ബ്രെയിൻ ഡെത്ത്. രക്ഷപ്പെട്ടു പോകാവുന്ന കേസുകൾ പോലും മനഃപൂർവ്വം ബ്രെയിൻ ഡെഡ് ആണെന്ന് ധരിപ്പിച്ച് ഓർഗൻസ് എടുക്കും. കോടികളുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. ക്യൂൻസ് ഹോസ്പിറ്റൽ അർജുനൻ്റേതാണ്. ആ ചെറുക്കനെ കത്തിച്ചു വന്നത് അർജുനാണല്ലേ? പണ്ടൊന്നും ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇക്കണക്കിന് ആളുകൾ എന്ത് വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ പോകും? ഇവിടെ നീ തട്ടിക്കൊണ്ടുവന്ന കുട്ടികളെ ഓർഗൻ ട്രേഡിന് വേണ്ടി പുറത്തേക്ക് കിടത്തും. പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അയാൾ തന്നെ സെറ്റാക്കിയാണ് ഈ ഭിക്ഷാടനം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സേമ? നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പൊ തന്നെ പോലീസിൽ അറിയിക്കണം. അവരൊക്കെ വലിയ ടീമാ. അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എൻ്റെ മൂസക്ക, നിങ്ങളിങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇതിപ്പോൾ പോലീസ് അറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അർജുനെ ലോക്ക് ചെയ്യണം.